കെ.വി. ബൈജു ആണ് ചേരുന്നത്. ബൈജു, നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം UDF-ന് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച ഒന്ന് ആ തെരഞ്ഞെടുപ്പ് ഫലം ആയിരുന്നു. മുസ്ലിം വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ, അത് ഭൂരിഭാഗവും പോൾ ചെയ്യപ്പെട്ടത് UDF-ന് അനുകൂലമായിട്ടാണ്. ഇപ്പോഴിതായി സർവേ ഫലങ്ങൾ വരുന്നു. നമ്മൾ തന്നെ നടത്തിയ സർവേകളിൽ പോലും മലബാർ മേഖലയിൽ അടക്കം പരിശോധിച്ചാൽ അവിടെ UDF-ന് വ്യക്തമായ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകുന്നു. പല പ്രദേശങ്ങളിലും ക്രൈസ്തവ വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ വലിയ മെജോറിറ്റി UDF-ന് നൽകുന്നു എന്നതാണ്. ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിച്ചു. ഇതുതന്നെയാണ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എങ്കിൽ വടക്കൻ കേരളത്തിൽ ഒരു വലിയ ആധിപത്യമായിരിക്കില്ലേ UDF-ൻ്റെതായി കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ? അതെ അഭിലാഷ്, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എല്ലാ എക്സിറ്റ് ഫലങ്ങളും ഇപ്പോൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ മലബാറിലേക്ക് നമ്മൾ നോക്കിയാൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 60 സീറ്റുകളാണുള്ളത്. നിലവിൽ 37 LDF, 23 UDF എന്നാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നേരെ റിവേഴ്സ് ആണ്. അതായത് 40ഓളം സീറ്റുകൾ UDF ലഭിക്കുമെന്നാണ് മിക്ക സർവേകളും പറയുന്നത്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം LDF അധികാരത്തിലെത്താൻ ഏറ്റവും കൂടുതൽ ഈ ശക്തി പറയുന്നത് ഈ മലബാർ മേഖലകളിലെ സീറ്റ് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. ഇത്തവണ വയനാട് അതുപോലെ തന്നെ മലപ്പുറം മുഴുവൻ സീറ്റുകളിലും UDF ജയിക്കുമെന്നാണ് മിക്ക എക്സിറ്റ് പോൾ ഫലങ്ങളും പറയുന്നത്. അതോടൊപ്പം കണ്ണൂരിലേക്ക് വന്നാൽ കണ്ണൂർ 11-ൽ 9 സീറ്റ് നിലവിൽ LDF-നാണ്. പക്ഷേ ഇത്തവണ 3 മുതൽ 5 വരെ സീറ്റ് UDF നേടുമെന്നാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം വന്നത്. അതായത് കണ്ണൂർ മണ്ഡലം, പേരാവൂർ, അതോടൊപ്പം കൂത്തുപറമ്പ്, അഴീക്കോട് തുടങ്ങി 5 മണ്ഡലങ്ങൾ വരെ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മിക്ക സർവേകളും പറയുന്നത്. അതായത് കണ്ണൂരിൽ നമുക്കറിയാം ഈ ഇടതിന്റെ വലിയ കോട്ടകൾ, ആ കോട്ടകളിൽ വിള്ളൽ ഉണ്ടാവുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെയാണെങ്കിൽ അത് അഭിലാഷ് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ അതിൽ വലിയ ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. അത് UDF-ന് അനുകൂലമായ ഘടകമായി മാറിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കാസർഗോഡ് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് 4 സീറ്റ് വരെ UDF-ന് ലഭിക്കുമെന്നാണ് പറയുന്നത്. നിലവിൽ 3 LDF, 2 UDF എന്നാണുള്ളത്. അതായത് 3 ചുവപ്പും 2 പച്ചയും. അത് മാറി ഇനി കോൺഗ്രസ് കൂടി. കോൺഗ്രസിന് നിലവിൽ സീറ്റുകൾ വർഷങ്ങളായി കാസർഗോഡ് ഇല്ല. കോൺഗ്രസിന് തന്നെ ഉദുമയിൽ സീറ്റ് കിട്ടുമെന്ന ഒരു പ്രവചനം കൂടി ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തൃക്കരിപ്പൂറും വലിയ ജയസാധ്യതയാണ് പറയുന്നത്. ഏതായാലും LDF-ന് 1 സീറ്റ് മാത്രം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ പ്രവചനം, ഈ സർവേ ഫലങ്ങളെല്ലാം പറയുന്നത്. നിലവിൽ NDA-യുടെ കാര്യത്തിലേക്ക് വന്നാലാണ് ഏറ്റവും പ്രധാനം. NDA വളരെ പ്രധാനമായി 2 സീറ്റുകൾ വരെ മലബാറിൽ നിന്നും നേടുമെന്ന ഒരു മിക്ക സർവേകളും പറയുന്നുണ്ട്. അത് പാലക്കാടും അതുപോലെ തന്നെ കാസർഗോഡുമാണ് ഉദ്ദേശിക്കുന്നത്. കാസർഗോഡ് എന്ന് പറയുമ്പോൾ മഞ്ചേശ്വരത്തും കാസർഗോഡും BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വെച്ച് പുറത്തുന്ന മണ്ഡലങ്ങളാണ്. അതിൽ മഞ്ചേശ്വരമാണോ കാസർഗോഡാണോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം പാലക്കാട് NDA-ക്ക് ഒരു വിജയ സാധ്യത കൂടി ഈ സർവേകൾ, മിക്ക സർവേകളും പറയുന്നുണ്ട്. ഏതായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് ഈ സർവേകളെല്ലാം. പക്ഷേ അപ്പോഴും LDF ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തള്ളുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും മാറ്റങ്ങൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ കാസർഗോഡ് നിലവിലുള്ള സീറ്റുകൾ അത് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് LDF കേന്ദ്രങ്ങൾ പറയുന്നത്. കണ്ണൂരിലെ സംബന്ധിച്ചിടത്തോളം വലിയ മത്സരം നടക്കുന്നത് പേരാവൂറാണ്. പേരാവൂരിൽ സണ്ണി ജോസഫ് വിജയിക്കുമെന്നാണ് ചില സർവേകളൊക്കെ പറയുന്നത്. അവിടെ KK ശൈലജയാണ് മത്സരിക്കുന്നത്. കണ്ണൂർ പേരാവൂർ ഇത്തവണ പിടിച്ചെടുക്കും, അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. ശൈലജയെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയൊക്കെയാണ് LDF നേരത്തെ പ്രഖ്യാപിച്ചത്. ഏതായാലും പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സണ്ണി ജോസഫോ അതല്ല KK ശൈലജയോ ജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടുമെന്ന് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മത്സരം എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ആ ഒരു തീപാർന്ന മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പേരാവൂർ. അതോടൊപ്പം കണ്ണൂർ മണ്ഡലം ഇത്തവണ UDF പിടിച്ചെടുക്കും. അതായത് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇത്തവണ UDF-ന് നേടാനാകുമെന്നാണ് ഈ സർവേ പറയുന്നത്. ഏതായാലും 4 മുതൽ 5 വരെ സീറ്റുകൾ കണ്ണൂർ ജില്ലയിൽ, കാസർഗോഡ് ജില്ലയിൽ 4 സീറ്റ്, വയനാടും അതുപോലെ തന്നെ മലപ്പുറവും മുഴുവൻ സീറ്റുകൾ, കോഴിക്കോട് കൂടുതൽ സീറ്റുകൾ നേടാനാകും. ഇത്തരത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ് ഈ സർവേ ഫലങ്ങളെല്ലാം. എന്തായാലും ഈ സർവേ ഫലങ്ങൾ അത് ഇപ്പോൾ LDF തള്ളിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് മുഖവിലക്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇതിൽ ആശ്വാസമുള്ളത് ഈ LDF-നെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പും പയ്യന്നൂരുമാണ്. ഈ വലിയ മത്സരം നടന്നതാണ്, വിമതന്മാർ മത്സരിച്ചത്. അവിടെ LDF തന്നെ വിജയിക്കുമെന്ന തരത്തിലുള്ള സർവേകളാണ് മിക്ക സർവേകളും വന്നിട്ടുള്ളത്. അത് വലിയ ആശ്വാസമാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും 9 സീറ്റുകൾ 11-ൽ 9 കണ്ണൂരിലുള്ളത്. അത് 5 സീറ്റ് കൂടുതൽ 5 സീറ്റ് UDF പിടിച്ചെടുക്കുമോ എന്നാണ് കാണേണ്ടത്. അതോടൊപ്പം പേരാവൂരിൽ സണ്ണി ജോസഫ്
ആ മത്സരം ഇനി KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഒരു മന്ത്രി വരെ ആവാനുള്ള സാധ്യതയുള്ള ഒരാളാണ്. അദ്ദേഹത്തെ അവിടെ വിജയിക്കാനാകുമോ, അത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പോലെ ആകുമോ എന്നാണ് ഏറ്റവും പ്രധാനം. എന്തായാലും NDA ക്യാമ്പും വലിയ ആശ്വാസത്തിലാണ്. 2 സീറ്റ് വരെ 0 മുതൽ 2 വരെ സീറ്റുകളാണ് NDAക്ക് പ്രയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അത് പാലക്കാടും അതുപോലെ തന്നെ കാസർഗോഡാണ്. NDAയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. എന്തായാലും പല സ്ഥലങ്ങളിലും മത്സരം വലിയ തോതിൽ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ പറയേണ്ടി വരും. ഈ എത്ര എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നാലും നമ്മൾ ഈ ഗ്രൗണ്ടിലൊക്കെ പോയതാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് പറയാൻ കഴിയാത്ത, പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മത്സരമുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം കാഞ്ഞങ്ങാടാണ് അവരുടെ സുരക്ഷിത മണ്ഡലം. ഒരുപക്ഷെ കാഞ്ഞങ്ങാട് LDFന് വിജയിച്ച് കയറാനാകും. പക്ഷെ ഉദുമയിലും തൃക്കരിപ്പൂരിലും ഇത്തവണ പതിവിന് വിപരീതമായി കാസർഗോഡ് ജില്ലയിൽ വലിയ മത്സരം നടന്നിരുന്നു. ഉദുമ പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് നേരത്തെ തന്നെ, അതായത് ലക്ഷ്യ ക്യാമ്പിൽ ഉൾപ്പെടെ ഉയർന്നു വന്നതാണ്. പിന്നീട് വലിയ പ്രതീക്ഷ ഉദുമയിലുണ്ട്. അതോടൊപ്പം തൃക്കരിപ്പൂർ ഇടതിന്റെ കോട്ടയാണ്. ഏത് സാഹചര്യങ്ങളിലും ഇളകാത്ത ഒരു കോട്ട. ആ കോട്ട ഇത്തവണ UDF പിടിച്ചെടുക്കുമോ? സന്ദീപ് വാര്യറാണ് സ്ഥാനാർത്ഥി. അത് പിടിച്ചെടുക്കാൻ സാധിക്കുമോ? ഇത്തരം കൗതുകകരമായ വലിയ കാര്യങ്ങളൊക്കെ ഏതായാലും വരാനുണ്ട്. അതോടൊപ്പം NDA ആണ് ശ്രദ്ധേയമായ കേന്ദ്രം. ഇത്തവണ മലബാറിൽ നിന്ന് NDA അക്കൗണ്ട് തുറക്കുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് ആത്മവിശ്വാസം പകരുമ്പോൾ LDF പൂർണ്ണമായും ഇത് തള്ളുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.